ഹലോ ഗൈസ്, നമസ്കാരം. അലയൂനി ചിരന്തലനായി സാന്ധ്യമേഘമേ. ഓക്കെ, ഇത് വേറൊന്നുകൊണ്ടല്ല. ഇപ്പം നമ്മൾ ഈ സംഗീതത്തിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പം നിനക്കൊക്കെ മ്യൂസിക്കിനെ കുറിച്ച് എന്തറിയാമടാ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നാലും കുറച്ച് മ്യൂസിക്കിനെ കുറിച്ച് ചെറുതായിട്ടുള്ള വളരെ ചെറിയ നോളജ് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് വെച്ചിട്ട് അഹങ്കാരമൊന്നുമല്ല, അതൊരു എളിമയോടുകൂടി പറയുകയാണ്. ഓക്കെ, എന്നെ അറിയുന്നവർക്ക് അറിയാം. അത് പോട്ടെ, വിഷയം അതല്ല. കഴിഞ്ഞ ദിവസം അഥവാ മെനഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പരക്കെ പ്രചരിക്കപ്പെട്ടൊരു വീഡിയോ. ആ വീഡിയോ അത് ഫേക്കാണ് എന്നുള്ള രീതിയിൽ ദ ബേബി ജീൻ എന്ന് പറഞ്ഞ പേജിൽ, ബേബി ജീൻ എന്ന് പറയുന്ന ജൂനിയർ അല്ലെങ്കിൽ ബേബി ജീൻ, ആ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ ആ ഒരു കാര്യം ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നടന്നിട്ടുള്ള ആ ഒരു കാര്യം, 6 ലക്ഷം രൂപ വാങ്ങി, MDMA മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ വായി തോന്നി പറച്ചിലൊക്കെ സംസാരിച്ച ഓർമ്മയുണ്ടല്ലോ. ഞാൻ അതിന് വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, ആ ഒരു കാര്യം പറയുന്നുമില്ല. സോ ആ വിഷയം അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് പുള്ളിക്കാരിട്ടിരിക്കുന്ന പോസ്റ്റാണ് ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത്. 6 ലക്ഷം രൂപ മറ്റേ ഇത് അടിച്ച് 6 ലക്ഷം രൂപ മേടിച്ച് ഒരു പാട്ട് പോലും പാടാതെ റാപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നിഷേധിച്ചിരിക്കുകയാണ്. അത് ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സത്യം എന്താണെന്ന് അറിയാതെ ഈ വീഡിയോ പ്രചരിപ്പിച്ച എല്ലാ പേജിനെയും താഴെ മെൻഷൻ ചെയ്ത് സഹായിക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് വീഡിയോ പ്രചരിക്കപ്പെട്ടത് ആ ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, നമ്മുടെ ഭാഗത്ത് എന്തായിരുന്നാലും ഞാൻ ആ വീഡിയോയെക്കുറിച്ചാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. സോ എന്തായിരുന്നാലും ആ വീഡിയോ അവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ മുതൽ കുറേ കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഡയറക്റ്റ് ടു ബേബി ജീനിലോടാണ്. അതായത് നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും നിങ്ങൾ പറഞ്ഞ ഫേക്ക് ന്യൂസ് ആണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഐ എം സോറി. പക്ഷേ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സുധീർ കോയ എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ വീഡിയോയിൽ കാണുന്ന മനുഷ്യനും. അയാൾ ആ ഒരു കാര്യം തിരുത്തി അയാളുടെ FB പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അഥവാ ബേബി ജീൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല, അത് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള ഇദ്ദേഹത്തിനാണ് എന്നുള്ള രീതിയിലാണ്. ആ പോസ്റ്റ് ഞാൻ ആദ്യം വായിക്കാം. ബേബി ജീൻ ഇട്ടേക്കുന്നതാണ്, വായിക്കാം. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ ഇതിനകത്തൊരു എവിടെയൊക്കെ ഒരു മിസ്മാച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതങ്ങനെ വിട്ടേക്കാം. ഓക്കെ, കോട്ടയ്ക്കൽ പ്രിയപ്പെട്ട അദ്ദേഹം സുധീർ കോയ എന്നുള്ളൊരു പേജിലാണ്, ഫേസ്ബുക്കാണ്. നിങ്ങളിപ്പോൾ നോക്കി നോക്കുക അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് നമുക്ക് വഴിയെ വരാം. പ്രിയപ്പെട്ടവരെ, കോട്ടയ്ക്കൽ പുത്തൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന മ്യൂസിക് കോൺസെർട്ടിൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഒരു ഏജന്റ് വഴി റാപ്പർ ബേബി ജീനെ പരിപാടിക്ക് ബുക്ക് ചെയ്യുന്നത്. ഏജന്റ് സംഘാടകരോട് പറഞ്ഞത് 2 മണിക്കൂർ കോൺസെർട്ട് എന്നാണ്. ഓക്കെ, എന്നാൽ 1 മണിക്കൂർ എന്നാണ് ബേബി ജീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബേബി ജീനോട് 1 മണിക്കൂർ എന്നും ഇവരോട് 2 മണിക്കൂർ എന്നുള്ളതാണ്. അപ്പോൾ തെറ്റിദ്ധാരണ എന്നാണ് പറയുന്നത്. ഈ വിവരം സംഘാടകർക്ക് അറിവുണ്ടായിരുന്നില്ല. സംഘാടകർ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. ഈ വിവരം സംഘാടകർക്ക് അറിയില്ല. ഇതറിയാതെയാണ് ബേബി ജീന് എതിരെ ഞാനടക്കമുള്ള സംഘാടകരിൽ ചിലർ പ്രതികരിച്ചത്. ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉണ്ടായതാണ്. സ്വന്തം ഭാഗത്തു നിന്നുള്ള പിഴവ് അല്ലെങ്കിൽ പോലും കരാർ പ്രകാരം വാങ്ങിയ തുക മുഴുവൻ ബേബി ജീൻ അന്ന് തന്നെ സംഘാടകർക്ക് തിരിച്ചു നൽകി. എന്തിന്? ദർ ഇസ് എ ക്വസ്റ്റ്യൻ. എന്തിന്? അത് ബാക്കി വഴിയേ വരാം. അറിവുണ്ടായിരുന്നില്ല, അറിവുണ്ടായിരുന്നില്ല. ഇതറിയാതെയാണ് ബേബി ജീൻ ഞാനത് തിരികെ നൽകി. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും തെറ്റായ വിവരങ്ങളോടെയാണ് പ്രചരിക്കുന്നത്. വീഡിയോയിലുള്ള വാഹനത്തിനുള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നതും ബേബി ജീനല്ല. അപ്പൊ പിന്നെ ആരാണ്? അപ്പൊ ഇദ്ദേഹം അവിടെ പിടിച്ച് നിർത്തിയത് ആരെയാണ്? ഇതുമൂലം ബേബി ജീനുണ്ടായ ബുദ്ധിമുട്ടുകൾ സംഘാടകർക്ക് വേണ്ടി ഖേദം പ്രകടിപ്പിക്കുന്നു. തുടർന്ന് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യം. തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ തിരുത്തുമ്പോൾ തന്നെ ആ വിഷയം തീർന്നു. നമുക്കതിനെ കൂടുതൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. എന്നാൽ അത് ആ വിഷയം അന്നത്തെ ആ ഒരു പ്രോഗ്രാം കണ്ടിട്ടുള്ള ആരെങ്കിലും കൊണ്ട് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണോ സത്യം? ആ നാട്ടിൽ ആ ഒരു പ്രോഗ്രാം കണ്ടിട്ടുള്ള ആരെങ്കിലും കൊണ്ട് ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണെന്നുള്ള കാര്യം നമ്മളും കൂടെ അറിയാൻ വേണ്ടി. നമുക്കറിയത്തില്ലല്ലോ. ബേബി ജീൻസ് എക്സ്പ്ലനേഷൻ എന്ന് ബേബി ജീൻ തന്നെ എഴുതിയിട്ട് സ്വൈപ്പ് ചെയ്യാൻ പറഞ്ഞേക്കും. നമുക്ക് സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ബേബി ജീൻ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ അവർ തന്നെ വിശദീകരിച്ചതോടെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സംഘാടകരുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് ഉണ്ടായത്. അത് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു ബേബി ജീൻ പറയുന്നു. പ്രചരിച്ചിട്ടുള്ള വീഡിയോയിൽ പറയുന്ന ലഹരി ഉപയോഗവും വാങ്ങിയ തുകയും അടക്കമുള്ള കാര്യങ്ങൾ തീർത്തും തെറ്റാണ്. ഓക്കെ, അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. എനിക്ക് കിട്ടുന്ന ഓരോ വേദിയിലും ഇത്തരം ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കിയാണ് എത്തുന്നത്. വീഡിയോയിൽ പറയുന്ന തുകയുടെ നേർപകുതിയായിരുന്നു പറഞ്ഞുറപ്പിച്ചത്. അതും പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ തിരികെ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ പൈസ തിരിച്ചു നൽകി എന്നാണ് പറയുന്നത്. പലവിധ പരിപാടികൾ നടക്കുന്ന മലബാർ മഹോത്സവത്തിലാണ് കോൺസേർട്ട് എന്ന കാര്യം
എന്നെ അറിയിക്കുന്നതിൽ അതിനിടയിൽ നിന്ന് ചിലർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. പലവിധ പരിപാടികൾ നടക്കുന്ന മലബാർ മഹോത്സവത്തിലാണ് കോൺസേർട്ട് എന്ന കാര്യം എന്നെ അറിയിക്കുന്നതിൽ ഇതിനിടയിൽ ചിലർക്ക് പിഴവ് പറ്റിയുള്ളൂ. എന്താണോ ഓക്കെ, ഞാൻ വായിച്ചില്ല, മിസ്റ്റേക്ക് ആണോ ഓക്കെ, എന്തായിരുന്നാലും പുള്ളി വൈകി അറിയുന്നത് അങ്ങനെയാണ്. ഒരു കാര്യം കൂടി, മ്യൂസിക് കോൺസേർട്ടും ഗാനമേളയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നല്ലൊരു ശതമാനത്തിനും അറിയാം. എങ്കിലും അതിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി സ്ക്രീൻഷോട്ട് കൂടി പങ്കുവയ്ക്കുന്നു. ഓക്കെ, കോൺസേർട്ട് എന്താണെന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗാനമേള എന്താണെന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത അദ്ദേഹം അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ്. Okay, rappers typically don't sing at concerts because the core elements of rap is delivering lyrics rhythmically over a beat, not singing melodically. Okay, so it's okay. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ കിട്ടും. അടുത്ത് എസ്പെഷ്യലി ഇൻ ഹൈ എനർജി പെർഫോമൻസസ് എന്നൊക്കെയാണ് അത് പറയുന്നത്. ഓക്കെ, ഇത് ബേബി ജീൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം വളരെ മാന്യമായിട്ടേക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. എന്നാൽ ഇവിടുത്തെ അദ്ദേഹം ഇട്ടേക്കുന്ന പോസ്റ്റിൽ ഇന്ന് അദ്ദേഹം സംഘാടകർ തെറ്റ് പറ്റിയത് മിസ്റ്റേക്ക് തിരുത്തി എന്ന് പറയുന്ന സുധീർ കോയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ FB വരെ നോക്കുന്നു പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് നമുക്ക് വായിച്ചിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടില്ല. വെയിറ്റ്, ഇതാണ് ഈ പറയുന്ന സുധീർ കോയയുടെ FB പേജ്. നമുക്ക് ഇതിനകത്ത് നോക്കാം. താഴോട്ട് പോട്ടെ, എവിടെ പോസ്റ്റ് എവിടെ കാണുന്നില്ല. താഴോട്ട് പോട്ടെ, പോസ്റ്റ് എവിടെ കാണുന്നില്ല. താഴോട്ട് പോട്ടെ, പോസ്റ്റ് എവിടെ കാണുന്നില്ല. ഫെബ്രുവരി 1, ഓക്കെ, ജാനുവരി 8, ജാനുവരി 6, ഡിസംബർ 26, 2024 പോസ്റ്റ് എത്തിയിട്ട് ഇവിടെ പോസ്റ്റ് എവിടെ? ഡിസംബർ 5. ഇനി എൻ്റെ തെറ്റാണോ? ഡിസംബർ 5 ഇവിടെ ഇല്ല. ഇവിടെയൊക്കെ നോക്കിയിട്ടും ഈ പോസ്റ്റ് മാത്രം എന്താണ് കാണാത്തത്? അപ്പം സുധീർ കോയ ഇട്ട പോസ്റ്റ് എവിടെ? സുധീർ കോയയാണ് ഈ ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് പുള്ളി തെറ്റ് സമ്മതിക്കുന്നത്. അൻവറിൻ്റെ കുറേയധികം പോസ്റ്റുകൾ ഇവിടെ കാണാം, അല്ലാതെ സുധീർ കോയ ഇട്ട പോസ്റ്റുകളൊന്നും കാണുന്നില്ല. അപ്പം എന്താ പറ്റിയത്? എവിടെയാണ് മിസ്റ്റേക്ക്? ബേബി ജീനെ ഈ സമയത്ത് സുധീർ കോയ ഇട്ടേക്കുന്ന അതിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ഈ പുള്ളി ബേബി ജീൻ ഇട്ടേക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസമാണ്. അപ്പം ഈ ഒരു പോസ്റ്റിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എവിടെ? ഈ പോസ്റ്റ് എവിടെയാണ് ഈ പോസ്റ്റ്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്, ഈ പോസ്റ്റ് എവിടെ? വേർ ഇസ് ദ പോസ്റ്റ്? ഇദ്ദേഹം ഇട്ടു എന്ന് പറയുന്നത് മിസ്റ്റേക്ക് പറ്റി എന്നുള്ള കാര്യം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ആ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നു. ആ ചോദ്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. ഇതാണ് ആ കമൻറ്റ്. അല്ല, ഒരു സംശയം, ഒരു ഇദ്ദേഹം എന്താണ് ഫെയ്റൂസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റാണ്. അല്ല, ഒരു സംശയം, സംഭവം സംഘാടകരുടെ തെറ്റിദ്ധാരണയാണെന്നും പരിപാടിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നും അവർ തന്നെ സമ്മതിച്ചു. ഓക്കെ, ബേബി ജീനിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബേബി ജീനും പറയുന്നു, സംഘാടകരും പറയുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് കോൺസേർട്ട് കഴിഞ്ഞിട്ടും വാങ്ങിയ കാശ് തിരികെ നൽകിയത്? സത്യമല്ലേ? 1 മണിക്കൂറത്തെ പ്രോഗ്രാം എന്ന് പറയുന്നു, ആ 1 മണിക്കൂറത്തെ പ്രോഗ്രാം കഴിയുന്നു എന്ന് പറയുന്നു, അതിനുശേഷം പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്നു. അറിയാത്ത തെറ്റിദ്ധാരണ കാരണം ഈ പറയുന്ന ആൾക്കാരെല്ലാം ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ തെറ്റിദ്ധാരണ കാരണം ഇതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് അടക്കം വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആ കാശ് ബേബി ജീൻ തിരിച്ചു കൊടുക്കുന്നത്? ബേബി ജീൻ പറഞ്ഞ പ്രകാരമുള്ള പരിപാടിയോടെ അവതരിപ്പിച്ചതാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തിനാണ് ബേബി ജീൻ ആ പൈസ തിരിച്ചു കൊടുത്തത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് നേർപകുതി, അപ്പം 6 ലക്ഷമല്ല 3 ലക്ഷമാണ് വാങ്ങിയത്. ആ പൈസ അവിടെ കൊടുക്കുന്നു, പ്രോഗ്രാമും അവതരിപ്പിക്കുന്നു. ഈ ഒരു വിഷയം തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാക്കിയ ആൾക്കാർ പലതും വിളിച്ച് പറഞ്ഞു തെറ്റാണ്, അതുമാത്രമല്ല കാരണാതിരിക്കുന്നതും ബേബി ജീൻ അല്ല എന്ന് പറയുന്ന ആൾക്കാർ എന്തിനാണ് ബേബി ജീന് കാശ് തിരിച്ചു കൊടുക്കുന്നത്? അല്ല, ബേബി ജീൻ എന്തിനാണ് സംഘാടകർ കാശ് തിരിച്ചു കൊടുക്കുന്നത്? ജോലി ചെയ്താൽ പൈസ വാങ്ങണ്ടേ? പൈസ വാങ്ങിച്ചിട്ട് പോകണ്ടേ? നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട്? ആ ക്വസ്റ്റ്യൻ അയാൾ ചോദിക്കുന്ന റെലവൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്തത്, ബേബി ജീൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് തുറന്ന് സമ്മതിച്ച സംഘാടകർ പിന്നെ ആ തിരികെ കൊടുത്ത കാശ് ഇരുകൈ നീട്ടി വാങ്ങിയത് എന്തിൻ്റെ ബേസിലാണ്? സംഘാടകർ തന്നെ പറയുന്നു സംഘാടകരുടെ പിഴവാണ്. സംഘാടകരുടെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം കാരണം പ്രശ്നം ഉണ്ടായതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ സംഘാടകരുടെ തെറ്റ് കൊണ്ടുണ്ടായ വിഷയം കാരണം അവസാനം സംഘാടകർ തന്നെ 2 കൈ നീട്ടിയിട്ട് ബേബി ജീൻ്റെ നിന്ന് ആ പൈസ വാങ്ങി എന്ന് പറയുമ്പം ആ സംഘാടകർക്ക് എന്തൊരു നാണക്കേടെന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഗതികെട്ട സംഘാടകർ വേറെ ഉണ്ടോ? അവരുടെ സൈഡിൽ നിന്നുണ്ടായ മിസ്റ്റേക്ക് കാരണം അവർ ജോലി ചെയ്തവരുത്തൻ്റെ പൈസ തിരിച്ച് പിടിച്ച് അപഹരിക്കുന്നു. അതല്ല എൻ്റെ പരിപാടി. അത് ശരിയാണോ? ഈ പോസ്റ്റ് അവിടെ കാണുന്നില്ല, അതിൻ്റെ പിന്നിൽ എന്ത്? നിങ്ങൾ അല്ലെങ്കിൽ ആ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പേരുള്ള ഒരു പോസ്റ്റ് പോയി നോക്കൂ. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള സ്ക്രീൻ റെക്കോർഡിൽ അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ള ആ പേര്, ഈ ബേബി ജീൻ്റെ തന്നെ കാണിച്ചിരിക്കുന്ന ആ പേരുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോയി നോക്കൂ. ഞാൻ എന്തായാലും നോക്കുമ്പോൾ ആ പോസ്റ്റ് അവൈലബിൾ അല്ല, ഇത് അറിയില്ല. ഓക്കെ, കൊടുത്ത കാശ് ഇരുകൈ നീട്ടി, അതുപോലെ തിരികെ കൊടുത്ത കാശ് ഇരുകൈ നീട്ടി വാങ്ങിയത് എന്തിൻ്റെ ബേസിലാണ്?
ഓക്കെ, ബേബി ജീനിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങിയത് എന്തിനാണ്? കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ ഗംഗാധര എന്ന് ഒരാൾ കമൻറ്റ് ചെയ്യുന്നു. അതിനകത്ത് കുറച്ച് പേര് ലൈക്ക് ചെയ്തിരിക്കുന്നു. അപ്പം നിങ്ങൾ തന്നെ പറ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പം ബേബി ജീനെ കുറ്റപ്പെടുത്താനോ ബേബി ജീൻ ചെയ്ത ഒരു അപരാധമാണെന്ന് പറയാനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. ബേബി ജീൻ പറയുന്ന സുധീർ കോയ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവിടെ ഒരു പോസ്റ്റ് കാണുന്നില്ല. അദ്ദേഹം തന്നെ പറയുന്നു, എന്നാൽ 1 മണിക്കൂർ എന്നാണ് ബേബി ജീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് നിന്ന വ്യക്തിക്ക് ഏജന്റിന് പറ്റിയ മിസ്റ്റേക്കാണ്. ഓക്കെ, ഈ വിവര സംഘാടകർക്ക് അറിവുണ്ടായിരുന്നില്ല. ഇതറിയാതെയാണ് ബേബി ജീനെതിരെ ഞാനടക്കമുള്ള സംഘാടകരിൽ ചിലർ പ്രതികരിച്ചത്. എന്നിട്ട് മറ്റ് സംഘാടകരാരെങ്കിലും ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ടോ? ഈ സുധീർ കോയ ബേബി ജീൻ എന്നൊക്കെ തന്നെ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ട് പോലും എനിക്ക് അങ്ങനെയുള്ള ഒരു പോസ്റ്റ് കിട്ടുന്നില്ല. ഇനി അഥവാ ഞാൻ ഈ പോസ്റ്റ് സെർച്ച് ചെയ്ത സമയത്ത് കിട്ടാത്തത് എൻ്റെ മാത്രം ഫേസ്ബുക്കിൻ്റെ പ്രശ്നമാണെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ പോസ്റ്റ് കാണാത്തത് ഇനിയിപ്പം 2024 ഏതോ ഒരു കാലത്താണ് ഇത്, ഈ അടുത്ത കാലത്തൊന്നും അല്ല നടന്നതെങ്കിൽ പുറകേക്ക് പോകാനുള്ള ഞാൻ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ടുള്ള എൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറയുന്നു. ഞാൻ ആ പോസ്റ്റ് അവിടെ നോക്കിയിട്ട് കാണുന്നില്ല, ഇതിൽ ദിവസം കാണുന്നില്ല, അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ കാണുന്നില്ല. എവിടെ ആ പോസ്റ്റ്? എവിടെ? സ്വന്തം ഭാഗത്തു നിന്നുള്ള പിഴവ് അല്ലെങ്കിൽ പോലും കരാർ പ്രകാരം തുക വാങ്ങിയത് ബേബി ജീൻ തന്നെ സംഘാടകർ തിരികെ നൽകി. സ്വന്തം ഭാഗത്തു നിന്നുള്ള പിഴവ് അല്ലെങ്കിൽ പോലും കരാർ പ്രകാരം വാങ്ങിയ തുക മുഴുവൻ ബേബി ജീൻ അന്ന് തന്നെ സംഘാടകർക്ക് തിരിക്കുന്നത്. ഇതെന്ത് കോൺഫ്ലിക്റ്റ് ആണ്? ബേബി ജീൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലെന്ന് ബേബി ജീനും പറയുന്നു, ഈ സംഘാടകരും പറയുന്നു. അപ്പം പിന്നെ ന്യായമായിട്ട് ബേബി ജീൻ്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആ പൈസ എന്തിന് തിരികെ വാങ്ങി? അത് എന്താ സംഭവം? നിങ്ങൾ തന്നെ പറ. പിന്നെ കാറിനകത്തുണ്ടായിരുന്നത് അത് ബേബി ജീനും അല്ല. ഈ കാറിനകത്തുണ്ടായിരുന്നത് ബേബി ജീൻ അവിടെ നിന്ന് പോകത്തില്ല എന്ന് ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്ന ആ ബേബി ജീൻ, ആ കാറിനകത്തുള്ളത് ബേബി ജീൻ അല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ നോക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആ വീഡിയോ. അതിനകത്തിരുന്നതും ബേബി ജീൻ അല്ല എന്ന് പറയുന്നെങ്കിൽ അത് ആരെയാണ് ആ കാറിൻ്റെ അകത്ത് ഈ ശകാരിച്ച് ഭയങ്കരമായിട്ട് ഇതായിട്ട് സംസാരിച്ചത്? ആർക്കെതിരെയാണ് സംസാരിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രചാരണങ്ങൾ എന്നുള്ള കാര്യം എന്നാണ് ഇവർ പറയുന്നത്. അന്ന് ആ ഒരു സംഭവം ഇതെല്ലാം ഇതിങ്ങനെ പറയുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ലടേ ഇതിനകത്ത് ഈ സംഭവം. ഇപ്പം ഞാൻ ഈ വ്യക്തിയെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താനോ ഒന്നിനുമല്ല. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? വീഡിയോയിലുള്ള വാഹനത്തിനുള്ളിൽ സംസാരിക്കുന്നതും ബേബി ജീനല്ല. അപ്പോൾ പിന്നെ ആരോടാണ് ആ വാഹനത്തിൽ സംസാരിക്കുന്നത്? അപ്പോൾ പിന്നെ അദ്ദേഹം ആ പോസ്റ്റിൽ വ്യക്തമാക്കേണ്ടത് ആരുമായിട്ടാണ് വാഹനത്തിൽ? അപ്പോൾ സ്വാഭാവികമായിട്ടാണ് നിങ്ങൾക്കും എനിക്കൊക്കെ തോന്നുന്നൊരു ഒരു ന്യായമായ ഒരു ചോദ്യം വരാം. ഇത് വിഷയമായി, പ്രശ്നം ഗുരുതരമായി, മൊത്തത്തിൽ ഈ പയ്യൻ്റെ മൊത്തത്തിലുള്ള കരിയറിനെ അത് ബാധിക്കുന്ന സാഹചര്യവുമായി എവിടെയോ എന്തോ ഒരു സംവിധാനത്തിലൂടെ ഒരു ഒത്തുതീർപ്പാക്കി എന്നുള്ളത് മനസ്സിലാക്കുന്ന ആയിട്ടാണ് തോന്നുന്നത്. അല്ല എങ്കിൽ ഇദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചതിന് ഇദ്ദേഹമാണോ അവിടുത്തെ ആ ഒരു കമ്മിറ്റിയുടെ മെയിൻ, അല്ലെങ്കിൽ ഇയാളാണോ ആ കമ്മിറ്റി? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കാണുമല്ലോ ആ ഒരു സ്ഥാപനത്തിന് എന്നൊരു, അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ഇതിന് എല്ലാത്തിനും കൂടെ ഒരു ഇത് കാണത്തില്ലേ? ഔദ്യോഗികമായിട്ട് തന്നെ അത് പുറത്തു വരേണ്ടതല്ലേ? പരസ്യമായിട്ടുള്ള മാപ്പൊക്കെ പറയേണ്ടതല്ലേ? അങ്ങനെയൊക്കെ ഇത്രയും മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ മാപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ പൈസ കൊടുത്തുമില്ല, പൈസ തിരിച്ചും വാങ്ങിച്ചു, എല്ലാം അവിടെ സെറ്റിലായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്ന റാപ്പ്, നമ്മുടെ കോൺസേർട്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ ഗാനമേളയും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. ഓക്കെ, ഗാനമേളയും കോൺസേർട്ടും രണ്ടും രണ്ട് തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും ഇവിടെ കോൺസേർട്ടിനെയും ഗാനമേളയും കുറിച്ച് ആൾക്കാർ അങ്ങനെ നടത്തിയോ? അങ്ങനെയല്ല. ആൾക്കാർ പറഞ്ഞത് ഒരു പ്രോഗ്രാമിനടുത്ത് പോയി, കോൺസേർട്ട് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പോട്ടെ, ആ പ്രോഗ്രാമിന് പോയിട്ട് ആ പ്രോഗ്രാം മാന്യമായി അവതരിപ്പിക്കുന്നുണ്ടോ? അവിടെ നിങ്ങൾ എത്ര മണിക്കൂറാണോ പ്രോഗ്രാം ചെയ്യേണ്ടത് ആ സമയം നിങ്ങൾ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ? അത് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ അവിടുത്തെ കോപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളും കാണിക്കുന്നതിനെയാണ് ആൾക്കാർ സംസാരിച്ചത്. അല്ലാതെ ഈ വേടൻ്റെ പ്രോഗ്രാമിൻ്റെ അകത്ത് ആരെങ്കിലും വന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട് പറയുന്നില്ല? അദ്ദേഹം അവിടെ പോകുന്നു, അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു പോകുന്നു, തിരിച്ചു പോകുന്നു. അതിനപ്പുറത്ത് അവിടെ ഷോ ഓഫ് കാണിക്കുകയും അവിടെ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളും അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സംഗീതമായിട്ടൊരു പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ആൾക്കാർ ചോദിക്കും. അതാ സംഭവം. ഓക്കെ, വോക്കൽ ഫ്രൈ എന്ന് പറയുന്ന സംഭവമുണ്ട്. വോക്കൽ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്ന് പറയുന്നു, ഇതാണ് വോക്കൽ ഫ്രൈ. അത് നമ്മൾ മ്യൂസിക്കിൽ പാട്ട് പഠിക്കുന്നതും അഭ്യസിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഈ വെസ്റ്റേണുമായിട്ട് കണക്ട് ചെയ്ത കൾച്ചറാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന സംഭവ സെഗ്മെൻറ്റിലാണ് ഈ ബേബി ജീൻ്റെ പാട്ട്. ഇപ്പം ദുനിയാവിൽ ആരാണ്ട ഞങ്ങൾക്ക് പരിയോ ഞാനാണ് മുത്തോണി
ആഖിറത്തിൽ ആയിരത്തിൽ ഒരുവനായി ഞാൻ പിറ അല്ല അലയൂ നീ ചിരന്തല. അപ്പം ഇതെല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതൊന്നും മനസ്സിലാക്കാനോ അത് മനസ്സിലാവാത്തവരോ ഒന്നും അല്ല മലയാളി. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഹിന്ദുസ്ഥാനിയോ അതുപോലെ സൂഫി സംഗീതമോ അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താണ് മലയാളം നമ്മുടെ ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക്കോ ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ആസ്വാദനം അവിടെ എന്താണോ നടക്കുന്നതെന്ന് അറിഞ്ഞു വരുന്നവർക്ക് ആ ഒരു സാധനം കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടുന്നില്ല എങ്കിൽ അവർ അത് സ്വാഭാവികമായിട്ട് ഇതൊക്കെ വർത്തമാനങ്ങൾ വരും. ഇതിപ്പോൾ അവിടെ വിളിച്ചു ചേർത്ത് സംസാരിച്ചത് അതിൻ്റെ അകത്തിരിക്കുന്നത് കാറിനകത്തിരിക്കുന്നത് ബേബി ജിനല്ല. അവിടെ സംസാരിച്ച വ്യക്തിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണം അയാൾ പറയുന്നത് ബേബി ജിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല. അപ്പോൾ പിന്നെ ബേബി ജിൻ പറയുന്നത് ഞാൻ വാങ്ങിച്ച പൈസ ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ പ്രോഗ്രാം കറക്റ്റായിട്ട് ചെയ്ത വ്യക്തി വീണ്ടും പൈസ തിരിച്ചു കൊടുത്തത് എന്തിന്? ഈ പറയുന്ന പോസ്റ്റ് ഇട്ട വ്യക്തി ആ പോസ്റ്റ് എവിടെ? അത് കാണുന്നുമില്ല. ഇനി വേറെ ഏതെങ്കിലും അക്കൗണ്ട് ആണെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ ഉണ്ട്.